വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ ഭാഗം 4. കരുണാകരമേനോൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂം സത്യയുടേതാണ്. അതിനടുത്തുള്ള റൂമിലാണ് നന്ദുവിന് വേണ്ടി കൊടുത്തത്. മാളുവാണ് നന്ദുവിൻ്റെ ഒപ്പം ആ റൂമിലേക്ക് ചെന്നത്. തനിക്ക് റൂം ഇഷ്ടപ്പെട്ടോ? മാളുവിൻ്റെ ചോദ്യം കേട്ട് നന്ദു അവളുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങളുടെ വീട് ചെറുതാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ റൂമും ചേർന്നാലേ ഈ ഒരു മുറിയാകൂ. ചിരിച്ചുകൊണ്ടാണ് നന്ദു മറുപടി പറഞ്ഞത്. മാളു പഠിക്കുകയാണോ? നന്ദുവിൻ്റെ ചോദ്യം കേട്ട് മാളു മുഖമുയർത്ത് നോക്കിയപ്പോൾ, സോറി, ഞാൻ പെട്ടെന്ന് പേര് വിളിച്ചു പോയി. അതിനെന്താ ചേച്ചി, എന്നെ പേര് വിളിച്ചാൽ മതി. ആഹാ, രണ്ടുപേരും ഇവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണോ? മോള് ഫ്രഷായിട്ട് കഴിക്കാൻ വാ, അവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നു. അത് വേണ്ട ആൻറ്റി, നിങ്ങളെല്ലാവരും കഴിച്ചോ, ഞാൻ പിന്നീട് എങ്ങാനും ഇരുന്നോളാം. അങ്ങനെ പറയരുത്, മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞു മോളെ കഴിക്കാൻ വിളിക്കാൻ. എനിക്കിപ്പോൾ വിശപ്പില്ലഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഏറെ നേരം ലത അവളെ നിർബന്ധിച്ചില്ല. ഫ്രഷായി അവൾ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ണടച്ച് കിടക്കുകയായിരുന്ന അയാളെ നോക്കി നിന്നു. ലിഗ്മെൻറ്റ് വലിഞ്ഞ് ബാൻഡേജ് ചുറ്റിയിരിക്കുന്ന കാലിൽ നീര് വീർത്തിരിക്കുന്നു. അവളത് പതിയെ അഴിച്ചു മാറ്റി ഓയിൽമെൻ്റ് ഇട്ട് പതിയെ തടവി വിട്ടു. അപ്പോഴേക്കും മുത്തശ്ശൻ ഉണർന്ന് അവളെ തന്നെ നോക്കി കിടപ്പാണ്. മോള് കാലിൽ തൊടുമ്പോൾ നല്ല സുഖമാണ്. ചിലർ തൊട്ടാൽ വേദന പെട്ടെന്ന് മാറുമെന്ന്. അത്രയ്ക്കുണ്ട് മോൾക്ക് കൈപുണ്യം. എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ ആഗ്രഹമുണ്ട്. മോൾക്ക് സഹായിക്കാമോ? പിന്നെന്താ മുത്തശ്ശ, ഞാൻ സഹായിക്കാം. നന്ദു താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. ഒത്തിരി നേരം കിടക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് മുത്തശ്ശ വന്നത്. ആരൊക്കെയുണ്ട് മോളുടെ വീട്ടിൽ? ഇവിടെ വരാൻ എല്ലാവരും സമ്മതിച്ചോ? അച്ഛനും വല്യച്ഛനും അമ്മയും രമേശ് ചേട്ടനും ഉണ്ട് വീട്ടിൽ. ആദ്യം അവർക്കൊക്കെ എതിർപ്പായിരുന്നു, പിന്നീട് എല്ലാവരും സമ്മതിച്ചു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് പോലെ അല്ലല്ലോ മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മോളോട് എന്തോ ഒരു അടുപ്പം തോന്നി. ഒരു നഴ്സിനെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ആദ്യം വന്നത് മോളുടെ മുഖമായിരുന്നു. പക്ഷേ അത് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് തോന്നും. നന്ദു നിറഞ്ഞ പുഞ്ചിരിയോടെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അച്ഛനോടും പറഞ്ഞത് ഇതാണ്, എനിക്ക് ഈ മുത്തശ്ശനെ കാണുമ്പോൾ എന്തൊരു ആത്മബന്ധം ഉണ്ടെന്ന്. രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലതയും സുമിയും അകത്തേക്ക് കയറി വന്നു. ആഹാ, അച്ഛൻ ഉഷാറായല്ലോ. സത്യമാണ്, ഇന്നലെ വരെ അച്ഛൻ ഇങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ എഴുന്നേൽപ്പിച്ചിരുത്തണം എന്ന് പറഞ്ഞാൽ പോലും മടിയാണ്. ഇന്നിപ്പോൾ എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ആ ഒരു വിവരം പറഞ്ഞാലുണ്ട് അച്ഛാ. അതാണ് ഞങ്ങളിപ്പോൾ വന്നത്. കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമാവും. നിങ്ങളിങ്ങനെ വളച്ചു കിട്ടാതെ കാര്യം പറ പിള്ളാരെ. കറങ്ങാൻ പോയ അച്ഛൻ്റെ കൊച്ചുമോൻ കറക്കമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ വരും. ഇപ്പോൾ ഫോൺ വിളിച്ചിരുന്നു. അവൻ പോയിട്ട് ഒരുപാട് നാളായില്ലെങ്കിൽ പോലും കാണാൻ കൊതിയാവുകയാ. അച്ഛൻ തന്നെയാണ് അവനെങ്ങനെ വഷളാക്കുന്നത്. ഇപ്പോൾ തന്നെ കമ്പനിയിൽ ഒരുപാട് ജോലികൾ പെൻഡിങ്ങിലാണെന്ന് മാധവേട്ടനും രവിയേട്ടനും പറയുന്നത് കേട്ടു. എടി പിള്ളാരെ, അവൻ എത്രയൊക്കെ കറങ്ങി നടന്നാലും കമ്പനി കാര്യങ്ങളിലൊന്നും ഒരു ഉപേക്ഷയും വിചാരിക്കില്ല. അവൻ്റെ യാത്രയിലാണെങ്കിലും കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളിലും അവൻ്റെ അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. കൊച്ചുമോനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ്റെ വെപ്രാളം കണ്ടോ? ഇപ്പോൾ അച്ഛൻ്റെ വയ്യായ്മയൊക്കെ എവിടെ പോയി? മുത്തച്ഛൻ അതിനൊരു ചിരി സമ്മാനിച്ചു. ഈ മുത്തച്ഛൻ ഇത്രയേറെ വാതോരാതെ സംസാരിക്കുന്ന കൊച്ചുമോനെ ഒന്ന് കാണണം, നന്ദു മനസ്സിൽ പറഞ്ഞു. കുറച്ചു നേരം കൂടി അവിടെ മുത്തച്ഛനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ ഇരുന്നു. മുത്തച്ഛൻ ഉറങ്ങിയപ്പോൾ അവൾ മൊബൈൽ കയ്യിലെടുത്ത് വെറുതെ നോക്കി. അപ്പോഴേക്കും മാധവൻ അകത്തേക്ക് കയറി വന്നു. അച്ഛൻ ഉറങ്ങിയോ മോളെ? ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. മോള് പിന്നെ മുറിയിൽ പോയി അല്പനേരം റെസ്റ്റ് എടുക്ക്. അച്ഛൻ ഉറങ്ങുമ്പോൾ ഇവിടെ കാവലിരിക്കേണ്ട കാര്യമില്ല. മാധവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നന്ദു മുത്തശ്ശൻ്റെ മുറിയിൽ നിന്നിറങ്ങി തൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് രമേശനെ വിളിച്ചു. ഹലോ ഏട്ടാ. പറയുന്നന്തു, ഞാൻ ഇവിടുത്തെ വിശേഷം പറയുന്നതിന് വേണ്ടി വിളിച്ചതാ. ഒറ്റ ശ്വാസത്തിൽ തന്നെ സകല കാര്യങ്ങളും പറഞ്ഞു തീർന്നു. കൊള്ളാമല്ലോ അവിടുത്തെ ആൾക്കാർ. പിന്നെ ഏട്ടാ, ഇവിടെ ഒരു ആനയുണ്ട്. അവരുടെ കാശുകാരല്ലേടി. അപ്പോൾ പിന്നെ ആനയെ വാങ്ങിക്കാനൊക്കെ കഴിയും. അതല്ലേ ഏട്ടാ, സിമൻ്റ് ആന. സിമൻ്റ് ആനയോ? അതേ ഏട്ടാ, ഈ വീടിൻ്റെ മുന്നിൽ ഒരു ആനയുടെ പ്രതിമ സിമൻറ്റിൽ ഉണ്ടാക്കിയതാണെന്ന്. കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നും, അത്രയ്ക്ക് ഭംഗിയാ. സംസാരിച്ച് കുറേ ചിരിച്ചു പെണ്ണ്. രമേശനുമായിട്ടാണ് പെണ്ണിൻ്റെ എല്ലാ കിന്നാരം പറച്ചിലും. വല്യമ്മ മരിച്ചു കഴിഞ്ഞ് ഏട്ടനും വല്യച്ഛനും വീട്ടിൽ താമസമാക്കിയത് മുതൽ അവളുടെ സ്വന്തം കൂടപ്പിറപ്പ്. രാവിലെ നന്ദു എഴുന്നേറ്റ് മുത്തശ്ശൻ്റെ റൂമിൽ വരുമ്പോൾ മുത്തശ്ശൻ ഉണർന്ന് കിടപ്പുണ്ട്. സാധാരണ നന്ദു വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഉണരുന്നത്. ഇന്നെന്ത് പറ്റി ഇത്ര നേരത്തെ? പുഞ്ചിരിയോടുകൂടി ചോദിച്ചുകൊണ്ട് നന്ദു മുത്തശ്ശൻ്റെ അടുത്തേക്കിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരെക്കുറിച്ചായിരുന്നു? അവൾ ആലോചനയോടുകൂടി മുകളിലേക്ക് നോക്കി. പിന്നെ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ദി ഗ്രേറ്റ് സത്യപ്രതാപ്.
എന്തു പറഞ്ഞാലും അതിൻ്റെ എല്ലാ അവസാനം വന്ന് നിൽക്കുന്നത് ആ പേരിലാണല്ലോ. അവൻ ഇന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. കൊച്ചുമോനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്നെ വേണ്ടതാവുമോ? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നിന്നെയും ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് കരുതുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസമുള്ളതായി നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല മുത്തശ്ശ. പിന്നൊരു കാര്യം, കഴിഞ്ഞ തവണ ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ ബെഡിൽ കിടക്കുന്നത് മാറ്റി പുറത്തോട്ടൊക്കെ എഴുന്നേറ്റ് നടക്കണമെന്ന്. മടിയെല്ലാം മാറ്റി വെച്ച് നടന്നാൽ മാത്രമേ മിടുക്കനാവൂ. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, കിച്ചൺ വരെ പോയി മുത്തശ്ശൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് നോക്കിയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നമുക്ക് അല്പനേരം പുറത്തിറങ്ങി നടക്കാം. മുത്തശ്ശൻ സമ്മതം എന്നവണ്ണം തലകുലുക്കിയപ്പോൾ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലും പതിവിന് വിപരീതമായി ഒച്ചയനക്കവും ഒക്കെയായിരുന്നു. ഇവിടെയും ഇന്ന് എല്ലാവരും ഉഷാറിലാണല്ലോ ചോദിച്ചുകൊണ്ട് നന്ദു കിച്ചണിലേക്ക് കയറി. സാധാരണ 8 മണിയായാലും എഴുന്നേൽക്കാത്ത മാള് കൂടി കിച്ചണിൽ തകൃതിയിലുള്ള പണിയിലാണ്. ആഹാ, മാളുമ്മയും ഉണ്ടല്ലോ ഇന്ന്. വെള്ളക്കാക്ക മലർന്നു പറക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ, അവളുടെ ഏട്ടം വരുന്നത് കൊണ്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ കയറിയതാണ്. അവൾ മാളുവിനടുത്തായി കിച്ചൺ സ്ലാബിൽ കയറിയിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൾ ആ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയായി. ഒരു നഴ്സ് എന്നതിലുപരി ആ വീട്ടിലെ അംഗമായി അല്ലാതെ അവളെ ആരും കണ്ടിട്ടില്ല. ഏട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അതുണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മയും ചെറിയമ്മയും. ഇനിയിപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ കണ്ണിൽ പിടിക്കുമോ എന്തോ. ഒളികണ്ണിട്ട് അമ്മയെയും ചെറിയമ്മയെയും നോക്കി മാളു പറഞ്ഞു. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പട്ടാള ചിട്ടയാണ്. ഏട്ടൻ ഉറക്കെ സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒന്നും ഇഷ്ടമില്ല. ആളൊരു കാർക്കോടകനാണ്. എന്നാൽ ഉള്ളു നിറയെ സ്നേഹമാണ്. അവൻ എല്ലാവരോടും സ്നേഹമാണ്. ചെറുതിലേ ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് അവൻ അതിൻ്റെതായ പക്വതയുണ്ട്. ചെറിയമ്മയും സപ്പോർട്ടിനെത്തി. വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചും ജോലികളെല്ലാം വേഗത്തിലായി. നന്ദു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് ടേബിളിൽ വെച്ചു. മുത്തശ്ശൻ വരൂ, നമുക്കിന്ന് ഡൈനിങ്ങിൽ ഇരുന്ന് കഴിക്കാം. വേണ്ട മോളെ, മുത്തശ്ശനെ എഴുന്നേറ്റ് നടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മാർത്താണ്ഡൻ ഡോക്ടർ എന്നെയാ വഴക്ക് പറയുന്നത്. വാക്കർ കൊണ്ട് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അതിൽ പിടിച്ച് പതിയെ നടക്കാം. ഒടുവിൽ നന്ദുവിൻ്റെ നിർബന്ധം സഹിക്കാതെ വയ്യ എന്നായപ്പോൾ മുത്തശ്ശൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. വാക്കറിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് മാധവനകത്തേക്ക് വന്നു. അച്ഛൻ എന്ത് പണിയാ കാണിക്കുന്നത്? ഈ വാക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെയും മോളുടെയും കയ്യിൽ പിടിച്ച് പതിയെ നടന്നാൽ മതി. ഓരോരോ കള്ളമടികൾ. രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് അച്ഛൻ ഡൈനിങ്ങിൽ വന്നിരുന്നു. ഏകദേശം 2 മണിയോടടുത്ത് മാധവൻ്റെ ഫോൺ ശബ്ദിച്ചു. അച്ഛാ, ഞാൻ പുറത്ത് നിൽപ്പുണ്ട്, ഡോർ വന്ന് തുറക്കുമോ? മാധവൻ എഴുന്നേറ്റ് സുമതിയെ ഉണർത്താതെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ വന്ന് ലൈറ്റ് തെളിച്ച് ഡോറ് തുറന്ന് നോക്കുമ്പോഴുണ്ട് മുന്നിൽ നിൽക്കുന്നു സത്യ. നീ വൈകുന്നേരം 6 മണിയാകുമ്പോൾ എത്തുമെന്നല്ലേ സത്യ പറഞ്ഞത്? മണി ഇപ്പോൾ എത്രയായി? വരുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തിറങ്ങുമ്പോൾ ലേറ്റായി. അതുകൊണ്ടല്ലേ മറ്റാരെയും വിളിച്ച് ശല്യം ചെയ്യാതെ അച്ഛനെ തന്നെ വിളിച്ചത്. ശരി, നീ ഫ്രഷായി കിടക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് വിശക്കുന്നു. ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും അച്ഛൻ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്ക്. പിന്നെ അതിനി അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. ഉള്ളത് എന്തെങ്കിലും ആയാലും മതി. മാധവൻ നേരെ കിച്ചണിലേക്ക് പോയി. ഫ്രിഡ്ജിൽ നിന്നും ഹാഫ് ബോയിൽഡ് ചപ്പാത്തി പുറത്തേക്ക് എടുത്ത് വെച്ചു. പാൻ ചൂടാക്കി ചപ്പാത്തി റെഡിയാക്കി വെച്ചു. കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സവാള എടുത്ത് കനം കുറഞ്ഞരിഞ്ഞ് അല്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് അതും വെളിച്ചെണ്ണയും ഒഴിച്ചു വെച്ചു. സത്യയ്ക്ക് മറ്റെന്ത് കറിയേക്കാൾ ചപ്പാത്തിയോടൊപ്പം പ്രിയം ഇതാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇട്ട് അതിലല്പം നാരങ്ങാതിരും പിരിഞ്ഞൊഴിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചപ്പോഴേക്കും സത്യയും എത്തി. ഇനി സാറ് തന്നെ ഇരുന്ന് കഴിച്ചോ, കൂട്ടിരിക്കാൻ എനിക്ക് വയ്യ. സമയം എന്തായിന്ന് വല്ല ബോധവും ഉണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് പോയി കിടന്നു. അതും പറഞ്ഞ് മാധവൻ റൂമിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സത്യ പ്ലേറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയി. വാഷ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ അവൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതറി. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് നന്ദു ഞെട്ടി ഉണർന്നു. അവൾ നേരെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പാഞ്ഞു. രാത്രിയിൽ മുത്തശ്ശൻ എന്തെങ്കിലും അത്യാവശ്യത്തിൽ എഴുന്നേറ്റപ്പോൾ തടഞ്ഞു വീണുപോയോ എന്നുപോലും സംശയിച്ചവൾ മുത്തശ്ശൻ്റെ റൂമിലെത്തി. അരണ്ട ബൾബിൻ്റെ പ്രകാശത്തിൽ സുഖമായി കിടന്നുറങ്ങുന്ന മുത്തശ്ശനെ കണ്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഇല്ല, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല. അവൾ മുറിയുടെ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താ ശബ്ദം കേട്ടത്? അപ്പോഴാണ് കിച്ചണിൽ ലൈറ്റ് കത്തി കിടക്കുന്നത് അവൾ കണ്ടത്. നന്ദു പതിയെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്നു. തറയിൽ കുത്തിയിരുന്ന് പൊട്ടിയ ചില്ലുകൾ പെറുക്കിയെടുക്കുന്ന ഒരാൾ പിന്തിരിഞ്ഞു നിൽക്കുന്നത് കാരണം മുഖം കാണാൻ വഴിയില്ല. ഇനി വല്ല കള്ളന്മാരുമായിരിക്കുമോ? അവൾ സംശയത്തോടു കൂടി ആലോചിച്ചു. പെട്ടെന്ന് ഡോറിൻ്റെ സൈഡിലിരുന്ന ഒരു തടിക്കഷ്ണം കൈക്കലാക്കി അവൾ അയാളുടെ പിന്നിൽ ചെന്ന് നിന്നു. പിന്നിലെ കാൽപ്പെരുമാറ്റം കേട്ട് സദ്യ തിരിഞ്ഞു നോക്കുമ്പോൾ വടിയുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി. തൻ്റെ നേർക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളിനെ കണ്ടപ്പോൾ നന്ദുവിൻ്റെ കയ്യിലിരുന്ന വടി അറിയാതെ നിലത്തേക്ക് വീണു. നീ ആരാടി? നിനക്കെന്താ ഇവിടെ കാര്യം?
നീ ഇവിടെ എങ്ങനെ കയറി? സത്യം പറ, നീ ഇവിടെ മോഷ്ടിക്കാൻ കയറിയതല്ലേ? നന്ദു ഇതെന്താണെന്ന ഭാവത്തിൽ വായും തുറന്ന് അങ്ങനെ നിന്നു. എന്നാൽ സത്യ അവളുടെ നേർക്ക് പാഞ്ഞു വന്നു. അവൻ്റെ ദേഷ്യത്തിലുള്ള വരവ് കണ്ടപ്പോൾ നന്ദു അറിയാതെ നിലവിളിച്ചു പോയി, മുത്തശ്ശാ. നന്ദു നിലവിളിക്കാൻ തുടങ്ങിയതും സത്യ അവളുടെ വായെ പൊതിഞ്ഞു പിടിച്ചു. നന്ദുവിൻ്റെ നിലവിളി ഒച്ച കേട്ട് മാധവനും രവിയും സുമയും ലതയും ആളുവും എല്ലാം ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് തപ്പിപ്പിടിച്ച് കരുണാകരമേനോനും പുറത്തേക്കെത്തി. മാധവേട്ട, അടുക്കള ഭാഗത്ത് നിന്നാ നിലവിളി, അങ്ങോട്ട് പോകാം. സുമ പറഞ്ഞതും മാധവൻ നേരെ അടുക്കളയിലേക്ക് പാഞ്ഞു. സത്യ വന്നിട്ടുള്ള കാര്യം വീട്ടിലാരും അറിഞ്ഞിട്ടില്ല. ഇവൻ ഇനി എന്ത് പണി ഒപ്പിച്ചോ എന്തോ. മാധവൻ ആശങ്കയോടുകൂടിയാണ് കിച്ചണിലേക്ക് കയറി ചെന്നത്. എല്ലാ പേരും കൂടി പാഞ്ഞ് അവിടെ എത്തുമ്പോൾ സത്യയുടെ കയ്യിൽ കിടന്ന് കുതിർന്ന നന്ദുവിനെയാണ് കണ്ടത്. അച്ഛാ, വേഗം പോലീസിനെ വിളിക്ക്, ഇവൾ പേരും കള്ളിയാണ്, ഇവിടെ കക്കാൻ കയറിയതാ. സത്യയുടെ ആക്രോശം കേട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ട് മുഖത്തോട് മുഖം നോക്കി. എടാ, നീ ആദ്യം കുഞ്ഞിനെ വിട്, അവൾ ഇവിടെ മുത്തശ്ശൻ്റെ കാര്യം നോക്കാൻ വന്ന് നിൽക്കുന്ന നഴ്സാണ്. അച്ഛൻ്റെ വായിൽ നിന്നും അവൾ ആരാണെന്ന് മനസ്സിലാക്കിയതും ഒരു ചമ്മലോട് കൂടി സത്യ അവളുടെ വായിൽ നിന്നും കൈയെടുത്തു. അപ്പോഴേക്കും കണ്ണും രണ്ടും മിഴിഞ്ഞ് നന്ദു നിലത്തേക്ക് ഊർന്നു വീണു. മാധവനും രവിയും കൂടി അവളെ നിലത്തുനിന്നും വാരിയെടുത്ത് റൂമിലേക്ക് കിടത്തി. ജാറിലിരിക്കുന്ന വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് ശക്തിയായി തളിച്ചു. ഇമകൾ രണ്ടും വെട്ടി അവൾ പതിയെ കണ്ണു തുറന്നു. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാനായി ശ്രമിച്ചു. പെട്ടെന്ന് ആ ചിരി മുത്തശ്ശനെ കണ്ടപ്പോൾ കരച്ചിലായി മാറി. അയാൾ അവളുടെ അടുത്തേക്കിരുന്ന് തലയിൽ പതിയെ തലോടി. എന്താ മോളെ, എന്താ പറ്റിയത്? ഉറക്കത്തിൽ എന്തോ ഒച്ച കേട്ടപ്പോൾ മുത്തശ്ശൻ്റെ മുറിയിൽ നിന്നാണെന്ന് കരുതി ഓടി അവിടേക്ക് വന്നപ്പോൾ മുത്തശ്ശൻ ഉറക്കമാ. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിച്ചണിൽ വെട്ടം തെളിഞ്ഞിരിക്കുന്നത്.